ഫണ്ട് അക്കൗണ്ട് പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് അഗ്രസീവ് മെത്തേഡ് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അഗ്രസീവ് മെത്തേഡ് എന്ന് നോക്കാം. എന്റെ ത്രെഡിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫണ്ട് അക്കൗണ്ട് പാസ്സാക്കുന്നതിന്റെ ഒരു മെത്തേഡിനെ പറ്റിയിട്ട്. അതായത് 1-2 ട്രേഡ് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് പൈസയും സെക്കൻഡ് പൈസയും ക്ലിയർ ചെയ്യുന്നതിനാണ് നമ്മളൊരു അഗ്രസീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഞാനത് സജസ്റ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, എന്തിനാണ് നമ്മളൊരു ഫണ്ട് അക്കൗണ്ട് എടുക്കുന്നത്? അതായത് ചെറിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തുകൊണ്ട് വലിയൊരു ക്യാപിറ്റൽ അലോക്കേഷൻ ആണ് നമ്മൾ ഫണ്ട് അക്കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടൈമിൽ പാസ്സാക്കാൻ വേണ്ടി തന്നെ എന്ത് ചെയ്യുകയാണ്, 1-2 മന്ത് അതിന്റെ പുറകെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ലോജിക്കില്ല. അതായത് നമ്മൾ വളരെ ഒരു ചെറിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്തുകൊണ്ട് $5,000 മുതൽ $1,00,000 വരെയുള്ള അക്കൗണ്ട്സ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും വേഗം അക്കൗണ്ട് പാസ്സായി ലൈവിലേക്ക് മാറുക, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, അതിൽ നിന്നൊരു പേ ഔട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പാസ്സാക്കാൻ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാം, ഒരു അഗ്രസീവ് മെത്തേഡ് യൂസ് ചെയ്യാം. കാരണം അതിൽ അവിടെ ഒരു പ്രാക്ടിക്കൽ സൈഡ് ഉണ്ട്. പക്ഷേ വൺസ് നിങ്ങൾ അക്കൗണ്ട് പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത്, നമ്മൾ ഏതൊരു നോർമൽ അക്കൗണ്ടിനെയും, അതായത് ഒരു ബ്രോക്കർ അക്കൗണ്ടിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ, നമ്മൾ ഓൺ പൈസ ഇട്ട് ട്രേഡ് ചെയ്യുന്ന പോലെ സേഫ് ആൻഡ് സ്ലോലി ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമുക്ക് പാസ്സായതിനു ശേഷം നല്ലൊരു ക്യാപിറ്റൽ കയ്യിൽ കിട്ടുന്നുണ്ട്, മന്ത്ലി അല്ലെങ്കിൽ ബൈ വീക്ക്ലി അതിൽ നിന്നൊരു പേ ഔട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്, അതായത് ഒരു ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അത് മാക്സിമം എത്രത്തോളം കാലം സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം കാലം ആ അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നതിലാണ് കാര്യം. അല്ലാതെ പാസ്സായതിനു ശേഷവും സെയിം അഗ്രസീവ് മെത്തേഡ് യൂസ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം അത് ബ്രീച്ച് ആയി കഴിഞ്ഞാൽ വൺസ് നമ്മുടെ എഫോർട്ടോ കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പാസ്സാക്കാൻ നമുക്ക് അഗ്രസീവ് മെത്തേഡ് യൂസ് ചെയ്യാം, കുറച്ച് റിസ്ക് ഒക്കെ കൂട്ടി ട്രേഡ് ചെയ്യാം. പക്ഷേ വൺസ് അക്കൗണ്ട് പാസ്സായി കഴിഞ്ഞാൽ എപ്പോഴും സേഫ് ആയിട്ട് സ്ലോ ആയിട്ട് പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് യൂസ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യുക.